അരവിന്ദ് കെജ്രിവാളിനെ നാട് കടത്താൻ ഡൽഹിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? മോഡിക്ക് ബദലായി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ എന്താ പറയുക കോപ്പ് കൂട്ടിയിരിക്കുന്ന ആയിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡൽഹിയിലെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് മരണവെപ്രാളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നമുക്ക് അറിയാവുന്നതുപോലെ ഇഞ്ചോടിഞ്ച് മത്സരം എന്നൊക്കെ പറയുന്നത് കൃത്യമായി നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ബി ജെ പിക്കായാലും കോൺഗ്രസിനായാലും അരവിന്ദ് കെജ്രിവാളിനായാലും AAP ആയാലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ബി ജെ പി വിരുദ്ധ മുന്നണിയുടെ തലവനാകാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് അഖിലേന്ത്യാ തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. ആണെന്ന് സ്വയം കരുതിയ ആളുമാണ്. മോഡിക്ക് ബദലായെന്ന് സ്വയം കരുതിയ ആളുമാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ വളരെ ഒരു പതനം തന്നെയാണല്ലോ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ രൂപപ്പെട്ടത് തന്നെ നമുക്കറിയാമല്ലോ. ഈ ഇന്ത്യ ഗേറ്റിലെ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച, ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു അഴിമതി വിരുദ്ധ പ്രക്ഷോഭം ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന അതിലെ ഒരു ഭടനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ട്. അതിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ എന്തോ സംഭവിക്കാൻ പോകുന്നു, രാജ്യത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്നു രാജ്യം, രാഷ്ട്രീയ ശുദ്ധീകരിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള വലിയ ആവേശങ്ങൾ, വലിയ ആഘോഷത്തോടു കൂടി ആണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതും ഈ പാർട്ടി രൂപീകരിച്ചതും. പക്ഷേ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഇമേജ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനെതിരായിട്ടാണ് അദ്ദേഹം കുരിശ് യുദ്ധം നടത്തിയത്, അതിൽ പെട്ടിരിക്കുന്നു അദ്ദേഹം. അത് വെറുതെ ഒരു പിടിയിലല്ലല്ലോ, നമുക്കറിയാമല്ലോ. ഇനി ഏതായാലും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളും അതിൻ്റെ അഗാധതയും അല്ലെങ്കിൽ ആഴത്തിലുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, അതൊക്കെ അദ്ദേഹത്തെ ഒരുപാട് ബാധിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിച്ചിരിക്കുന്നു. അതാണ് ഒരു ജനറൽ എന്ന് പറയാനുള്ളത്, അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ജനം മടുത്തു എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹം ഈ ചില പ്രത്യേകതരം വാഗ്ദാനങ്ങളും ചില ചെപ്പടി വാഗ്ദാനങ്ങളും നടപ്പാക്കാനുള്ള എന്താ പറയുക, നടപ്പാക്കുമെന്നുള്ളൊരു തോന്നലുണ്ടാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും, ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ഡൽഹി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു എന്താ പറയുക, ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒരു 2-3 പ്രത്യേകതകളുണ്ട്. റാപ്പുണ്ട്, എന്താ പറയുക, കൃത്യമായ ഒരു അടുപ്പത്തോടു കൂടി പോയെങ്കിൽ ഡൽഹി ഭരിച്ചാൽ ശരിയാവുകയുള്ളൂ. അങ്ങനത്തെ വലിയ ഒരവസ്ഥ ഡൽഹിയിലുണ്ട്. നമുക്കറിയാമല്ലോ, ഷീലാ ദീക്ഷിത് അവിടെ ഒരുപാട് വികസനങ്ങൾ അതിനായി പരിമിതികൾ കാത്തു നിന്നുകൊണ്ട് ചെയ്തതാണ്. ഒരു 15 വർഷക്കാലം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അതിന് BJP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും BJP ആണ് ജയിച്ചത്. ഡൽഹിയിലെ ജനസംഖ്യ ഒരു പ്രത്യേകതരം ജനസംഖ്യയാണ്. ഡൽഹിയിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഒരു പ്രത്യേക അവസ്ഥയിൽ കൂടിയാണ്. അവരെ സംബന്ധിച്ച് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് കൃത്യമായ മിഡിൽ ക്ലാസിൻ്റെ ഒരു പരിച്ഛേദമാണ് ഡൽഹി എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഈ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും കൂടുതൽ ഉള്ള ഗവൺമെൻറ് എംപ്ലോയീസ്, ഈ ജനസംഖ്യയുടെ വലിയൊരു പങ്കും അതാണ്. അതോടൊപ്പം ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുണ്ടല്ലോ കൃത്യമായിട്ടുമുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിത്യവർ ചേർന്ന് താമസിക്കുന്നവർ. ഈ പ്രത്യേകതകളെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കൃത്യമായ ഒരു നിലപാടുള്ളവരും അല്ലെങ്കിൽ മധ്യവർത്തികളെന്ന് പറയുന്നവർക്ക് അങ്ങനെ കൃത്യമായ നിലപാടുകളുള്ള രാഷ്ട്രീയ നിലപാടില്ല. അടിസ്ഥാന വർഗമുണ്ട് അങ്ങനെ. പിന്നെ വലിയ ബിസിനസ്സുകാർക്ക് ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് താല്പര്യം പുലർത്തുന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുകാരുണ്ട്. പക്ഷേ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളും ചില ആവശ്യങ്ങളുമുണ്ട്. അത് അങ്ങ് നടത്തിക്കൊണ്ട് പോയാൽ മതി. അതിന് കാലാകാലങ്ങളിൽ അനുഗുണമാകുന്ന ആരാണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ചെയ്തു. അതുകൊണ്ട് തന്നെ അവരെ ഒരു കൃത്യമായ വോട്ട് ബാങ്ക് ആക്കി എടുക്കാൻ, ഇപ്പം നമ്മൾ മുസ്ലിങ്ങളെ വോട്ട് ബാങ്ക് ആക്കി എടുക്കുന്ന പോലെ, ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്ക് ആക്കി എടുക്കുന്നത് പോലെ സാധിക്കത്തില്ല ഈ ടൈപ്പിലുള്ള ഒരു ജനതയെ. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ടുകൊണ്ട് തന്നെയായിരിക്കും അപ്പം ബഡ്ജറ്റിലെ ഈ മിഡിൽ ക്ലാസ്സിനുള്ള ടാക്സിലെ ഇളവ് എന്ന് പറയുന്നത്. അതായത് 12 ലക്ഷത്തോളം വരുമാനം ഉള്ളവർ ടാക്സ് ഇളവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ഡൽഹി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ടുകൊണ്ട് തന്നെ BJP ഇറക്കിയതാണോ? ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് പ്രചരണം നയിക്കുകയാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ്. അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദി നേരിട്ട് പ്രചരിക്കുക. എത്ര കാലം നമുക്ക് BJPക്ക് അത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. BJPയുടെ ഒരു ഡ്രോബാക്കും അവിടെ തന്നെ ഉണ്ട്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവിടെ അല്ലെങ്കിൽ ഒരു ലീഡറെ ഡൽഹിക്ക് മാത്രമായിട്ട് കണ്ടെത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം ഇല്ലാത്തതില്ല. 12 ലക്ഷം വരെ പ്രതിവർഷം വരുമാനമുള്ളവർ ടാക്സിന് ഇളവ് നൽകിയിട്ടുണ്ടല്ലോ. അത് കൂടുതലും ആളുകൾ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡൽഹിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ക്ലാസ്സിലെ മിഡിൽ ക്ലാസ്, നമ്മുടെ രാജ്യത്തിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ്. അപ്പോൾ ഇത് ഗുണകരമായിട്ട് തീരാൻ പോകുന്നത് വളരെ ചെറിയ ശതമാനം ആളുകളിലേക്കാണ്
എന്ന് പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും 1 കോടി ആളുകൾക്ക് ആണല്ലോ പ്രയോജനം. രാജ്യത്തിൻ്റെ ജനസംഖ്യ തട്ടിച്ച് നോക്കുമ്പോഴത്തേണ്ടത്. പക്ഷേ ഡൽഹിയെ പോലൊരു സ്ഥലത്ത് അത് വളരെ പ്രധാനമാണ്. ഏറ്റവും എഫക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം അത് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ആദായ നികുതിയിലുള്ള ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഡൽഹിയിലെ ഈ സർക്കാർ സർവീസ് എന്ന് പറയുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം വോട്ടർമാരുടെ ബഹുഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ലൊരു പങ്ക് അവർ കൃത്യമായും അവർ തന്നെയാണ്. അപ്പോൾ അത് അവരെ നേരിട്ട് ബാധിച്ചിരിക്കുന്ന ഗുണപരമായ ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് ഉദ്ദേശിച്ചതാണ്. ഞാനതാണ് പറഞ്ഞത്. മോഡിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കെജ്രിവാളുമായിട്ടൊരു ഡയറക്റ്റ് ഫൈറ്റാണ്. മോഡി നേരിട്ടിറങ്ങി നയിക്കുകയാണ്. അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തലസ്ഥാന നഗരി എന്നുള്ള നിലയിൽ മോഡിക്ക് ഇത് കിട്ടിയേ മതിയാകത്തുള്ളൂ. കാരണം തലസ്ഥാന നഗരി എന്നുള്ള നിലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടുകയും ചെയ്യുന്നത്. അപ്പം ഈ ജനതയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ പ്രസക്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേന്ദ്രത്തിൽ ഒരു ഉറച്ച ഭരണം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് വളരെ കൃത്യം. അതിന് ഏറ്റവും സാധ്യതയുള്ള ആളെന്ന നിലയിൽ അവർ മോഡിയെ പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഇവർ പലരും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കുറച്ച് വാഗ്ദാനങ്ങളിലൂടെയാണ് ഈ AAP ഈ രംഗത്ത് വന്നത്. അത് ചില കാര്യങ്ങളൊക്കെ അവർ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ. ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്നത് പോലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയത്തില്ല. അത് തന്നെയല്ല, ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ കൃത്യമായ ഒരു ഇമേജ് ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ വെച്ച് മുമ്പോട്ട് പോകാൻ അവർക്കും താല്പര്യമില്ല. അത് ഈ മിഡിൽ ക്ലാസിൻ്റെ ഒരു സ്വഭാവമാണല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കും ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അഴിമതി വിരുദ്ധ ഒരു അത്തരം മുന്നേറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരാണ്. പ്രത്യേകിച്ച് പക്ഷേ അതുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞത് തീർത്തട്ടെ. അതായത് അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസക്തി അവിടെ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാകണം അധികവും. അത് BJPക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ. പിന്നെ ചിലർ പറയുന്നത് ഈ അദ്ദേഹത്തെ ജയിലിലിടുകയൊക്കെ ചെയ്തത് അദ്ദേഹത്തിന് അനുകൂലം അങ്ങനെ വരില്ല എന്ന് വേണം കരുതാൻ. അത്ര ഒരു സഹതാപ തരംഗമൊന്നും അവിടെ ഉള്ളതായിട്ട് പിന്നീട് കാണപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു വലിയ പരിധിവരെ അതൊക്കെ ബാധിക്കേണ്ടതല്ലേ? അങ്ങനെ ബാധിച്ചില്ല. ആ വിഷയമാണെന്നുണ്ടെങ്കിൽ. പക്ഷേ പിന്നെ ഈ ഇത്തരം വാഗ്ദാനങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ നേരിട്ട് കൊടുക്കുന്നത് BJP ഇത്തവണ കൂടുതൽ ഇപ്പൊ ഇത്തവണ 2 പേരും 3 പേരും മത്സരിച്ചിട്ട് തന്നെ സൗജന്യ വാഗ്ദാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. BJPന്റെ ഭാഗത്തുനിന്നും നിരവധി സൗജന്യ വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ട്. ഡൽഹിയിലെ ജനങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ ഇത്തരം പദ്ധതികളിലൂടെ ഫ്രീ ബീസിലൂടെയേ സാധിക്കുള്ളൂ എന്ന് BJP ശരിക്കും പറഞ്ഞ ഫ്രീ ബീസിനൊക്കെ വലിയ രീതിയിൽ അവരുടെ ഒരു അടിസ്ഥാന നയം എന്ന് പറയുന്നത് അത് ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും എന്നൊക്കെ ഉള്ളതാണ് അവരുടെ നിലപാട്. പക്ഷെ ഡൽഹിയിൽ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ഫ്രീ ബി തന്നെയാണ് അവരും മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട്. അല്ല, അത് പിന്നെ തീർച്ചയായിട്ടും അതാണ്. അപ്പം അത്തരം ഒരു മത്സരത്തിൽ BJPക്ക് അനുകൂലമായി ടേൺ ചെയ്യാനുള്ള സാധ്യതകളാണ് ഏറെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് കാണുന്നത്. കാരണം ഒന്ന്, ഈ കേന്ദ്രത്തിലെ ഭരണത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഡൽഹിയിൽ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്ന ചിന്ത അധികമുള്ള മിഡിൽ ക്ലാസ് ആളുകൾ. രണ്ടാമത്, ഈ ഇപ്പോൾ മോഡി പ്രഖ്യാപിച്ചിരിക്കുന്ന നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുന്ന ബജറ്റിലെ ഈ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാവുന്ന അത് രാജ്യത്ത് പോലും ആരും 10 ലക്ഷം രൂപയിൽ കൂടുതൽ ആദായനികുതി പരിഷ്കരണം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. ആദായനികുതി പരിഷ്കരണം മൊത്തത്തിൽ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത്ര ഒരു വലിയ ഒരു ഇളവ് 12 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് കൊടുക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് ഒരു കാരണവശാലും ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയൊരു വലിയ അതൊക്കെ ഇത്തരം പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന അതിനൊരു അവസരവും കിട്ടും. സാധാരണഗതിയിൽ ആനുകൂല്യങ്ങൾ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ബജറ്റിലൂടെ ആയതുകൊണ്ട് അതിന് പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പിലെ ഇതിനെ ബാധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് വളരെ വലിയൊരു സ്ട്രോക്കാണ് മോഡിയെ സംബന്ധിച്ചിടത്തോളം. ആ സ്ട്രോക്ക് വളരെ ഫലപ്രദമാകുമെന്ന് വേണം കരുതാം. അത് പിന്നെ ഈ കെജ്രിവാളിൻ്റെ ഈ അഴിമതി വിരുദ്ധ ഇമേജ് മാറിയത്, പിന്നെ ഈ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ അവർക്ക് ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നഗരത്തിൻ്റെ വികസനം അനുസരിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡൽഹിയുടെ വികസനം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അതിന് കേന്ദ്രത്തോട് ചേർന്ന് നിന്നൊരു ഭരണമായിരിക്കും ഉചിതം എന്നുള്ള തോന്നലുണ്ടാകുക. കാരണം അതിനനുഭവങ്ങളുണ്ട്. അത് മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് അവിടുത്തെ ജനങ്ങളൊക്കെ സംസാരിക്കുന്നത് BJP ആയിരിക്കും കൂടുതൽ. BJP അനുകൂല തരംഗമാണ് നിലവിൽ ജനങ്ങൾക്കിടയിൽ ഡൽഹിയിൽ നിന്നുള്ളത്. പല വാർത്തകളും അതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ പല വീടുകളിലൊക്കെ കാവിക്കൊടികൾ, BJP കൊടികളാണ് പറക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതൊരു ജനമാ ട്രെൻഡ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ, അല്ലേ? അപ്പം 27 വർഷമായിട്ട്
നഷ്ടപ്പെട്ട അധികാരം നഷ്ടപ്പെട്ട അധികാരം വീണ്ടെടുത്തേ മതിയാവൂ എന്ന വാശിയുണ്ട്, അതിനനുകൂലമായ സാഹചര്യമുണ്ട്, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര വാശിയോടുകൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അധികാരത്തിൽ ഏറാൻ പറ്റിയില്ലെങ്കിലും വലിയ സീറ്റ് നേടും. അതാ പറഞ്ഞു, 20 സീറ്റൊക്കെ ബി ജെ പിക്ക് നേടിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ 7 MLA ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് നേരെ ബി ജെ പിയിലേക്ക് ചേരുക ചെയ്തിരിക്കുന്നത്. 20 സീറ്റെങ്കിലും നേടിക്കഴിയാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ അത് മാറ്റമായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം പല വിധത്തിൽ അവിടെ ഭരണം പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയും. പൊതുവെ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം മുമ്പിൽ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. അതോടൊപ്പം ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു മോഡി വിരുദ്ധ സഖ്യത്തിൻ്റെ ഒരു കൃത്യമായ പിളർപ്പ് അവിടെ കാണുന്നു നമ്മൾ. ഈ ഇവിടെ കാണുന്നതാണ് APയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നേരെ അതിരൂക്ഷമായ വിധത്തിൽ എതിർക്കുക വെറുതെ എതിർപ്പല്ല, പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഘടകമുണ്ട്, ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരം കൂടി എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും കെജ്രിവാൾ ഡൽഹി വിടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.